നമസ്കാരം. ഒരു കാലത്ത് ബോളിവുഡിലെ ജനപ്രിയ ജോഡിയായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായി. സൽമാന്റെയും ഐശ്വര്യയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. എന്നാൽ ആ പ്രണയവിവാഹത്തിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല, ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളൊന്നായി മാറുകയും ചെയ്തു ഇരുവരുടെയും വേർപിരിയൽ. സൽമാൻ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഐശ്വര്യ റായി ഉന്നയിച്ചത്. ശാരീരികവും മാനസികവുമായി സൽമാൻ ഖാൻ തന്നെ ഉപദ്രവിച്ചതെന്നായും തന്റെ കരിയറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും ഐശ്വര്യ ആരോപിച്ചു. സൽമാനെതിരെ പരാതി നൽകാനും താരം തയ്യാറായി. ഇന്നും സൽമാനിൽ നിന്നും എല്ലാ തരത്തിലും അകലം പാലിക്കാൻ ഐശ്വര്യ ശ്രമിക്കുന്നുണ്ട്. പിന്നീടാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നത്. 2007 ഇരുവരും വിവാഹിതരാവുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ സൽമാൻ ഐശ്വര്യ പ്രണയബന്ധത്തിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യമാണ് വൈറലായി മാറുന്നത്. സബീർ ഭാട്ടിയ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു ടെക് സംരംഭകനാണ്. നിലവിൽ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കൂടാതെ ക്ലീൻ ഫനാറ്റിക്സിന്റെയും ഷോ റിലീസിന്റെയും സഹസ്ഥാപകനാണ്. സ്വന്തമായ ഒരു ബിസിനസ് സാമ്രാജ്യം സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്നതാണ് സബീർ ഭാട്ടിയയുടെ ജീവിതം. തന്റെ സുഹൃത്ത് ജാക്ക് സ്മിത്തിനൊപ്പം ചേർന്ന് ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചതോടെയാണ് സബീറിന്റെ ജീവിതം മാറിമറിയുന്നത്. വെറും 18 മാസത്തിനുള്ളിൽ ഹോട്ട്മെയിൽ ലോകമെമ്പാടും വ്യാപിക്കുകയും മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായി ബിൽ ഗേറ്റ്സിന്റെ വരെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഒറ്റയടിക്ക് പ്രതിഫലം ഇരട്ടിയാക്കി. അമേരിക്കൻ ബിസിനസ് ടൈക്കോൺ ബിൽ ഗേറ്റ്സ് സബീർ ഭട്ടിയയെ സമീപിച്ച് ഹോട്ട്മെയിൽ വാങ്ങാൻ ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. നിരവധി ചർച്ചകൾക്ക് ശേഷം 1998 $300 കോടി രൂപയ്ക്ക് ഹോട്ട്മെയിൽ ബിൽ ഗേറ്റ്സിന് സബീർ വിറ്റു. ഇന്ന് ഹോട്ട്മെയിൽ ഔട്ട്ലുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമെയിൽ വ്യക്തിഗത വിവരങ്ങൾ മാനേജ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ ഒന്നുകൂടിയാണ് ഇന്നത്. ഒറ്റ രാത്രി കൊണ്ട് സബീർ കോടീശ്വരനായി. ബിൽ ഗേറ്റ്സുമായുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ കരാർ അന്തിമമാക്കിയ ശേഷം സബീർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സെലിബ്രിറ്റികളിൽ നിന്നും പ്രശസ്തരായ വ്യക്തികളുമെല്ലാം സബീറിന്റെ സൗഹൃദ വലയത്തിൽ ഭാഗമായി. മാത്രമല്ല, ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ആഡംബര വാഹനങ്ങളുമെല്ലാം സബീർ സ്വന്തമാക്കി. അതിനിടയിൽ സബീറിനെ കുറിച്ച് ചില ഗോസിപ്പുകൾ പ്രചരിച്ചു. അത് ബോളിവുഡ് സുന്ദരി ഐശ്വര്യ റായിയുമായി ബന്ധപ്പെടുത്തിയുള്ളതായിരുന്നു. 2001 മുതലുള്ള സബീർ ഐശ്വര്യ ഡേറ്റിംഗ് റൂമറുകൾ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയിരുന്നു. മാത്രമല്ല, ഐശ്വര്യ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഒരു അഭിമുഖത്തിൽ സബീർ പരസ്യമായി അറിയിക്കുകയും ചെയ്തു. 1999 പുറത്തിറങ്ങിയ താൽ എന്ന സിനിമയിലെ ഐശ്വര്യയുടെ പ്രകടനത്തെ പ്രശംസിച്ച് സംസാരിക്കുന്നതിനിടയിലായിരുന്നു സബീർ നടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചത്. സബീറിന്റെ അഭിമുഖം ചർച്ചയായതോടെ സംഭവങ്ങൾ സൽമാൻ ഖാന്റെ ചെവിയിലും എത്തി. ഐശ്വര്യ സൽമാൻ ഖാൻ പ്രണയം അക്കാലത്ത് ബോളിവുഡിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്ന സമയമായിരുന്നു. പിന്നീട് ഒരു ദിവസം സൽമാനും സബീറും ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടുമുട്ടി. വിവാദ നായകനെ തേടി കണ്ടുപിടിച്ച് സംസാരിക്കാൻ ചെന്ന സൽമാൻ ഖാൻ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കുറ്റി കൊണ്ട് സബീറിന്റെ കയ്യിൽ കുത്തി. നിങ്ങളാണല്ലേ ഐശ്വര്യ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തി എന്ന് ചോദിച്ചുകൊണ്ടാണ് സൽമാൻ ഖാൻ സംസാരിച്ചു തുടങ്ങിയത്. എന്നാൽ അതൊക്കെ വെറുതെ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നതാണെന്ന് സബീർ പറഞ്ഞുവെങ്കിലും സൽമാൻ അതിലൊന്നും തൃപ്തനായിരുന്നില്ല. ശേഷം പാർട്ടിക്കിടയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്ന സബീറിന്റെ കയ്യിൽ സൽമാൻ സിഗരറ്റ് കൊണ്ട് കുത്തി. മാത്രമല്ല, ഫൈനലി യു ഹാവ് ഗോട്ട് ആഷ് എന്നൊരു പഞ്ച് ഡയലോഗും കാച്ചി. സിഗരറ്റ് കയ്യിൽ കൊള്ളിച്ചതിന് സൽമാൻ ഉടനടി മാപ്പ് പറഞ്ഞതായും പറയപ്പെടുന്നു. ഐശ്വര്യയുമായി പ്രണയത്തിലായിരുന്ന കാലത്ത് ആര് നടിയുമായി അടുപ്പം കാണിച്ചാലും അവിടെയെല്ലാം എത്തി സൽമാൻ ഖാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായിരുന്നു. സൽമാൻ ഖാൻ ഐശ്വര്യയെ എത്രത്തോളം ടോർച്ചർ ചെയ്തിരുന്നെന്ന് പലപ്പോഴും ഐശ്വര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.